ശ്രീ ഫക്രുദ്ദീൻ, ശശി തരൂർ വീണ്ടും വലിയ പ്രശ്നത്തിലേക്ക് വന്നിരിക്കുകയാണല്ലേ. ആരെയാണ് പ്രതിരോധത്തിലാക്കുന്നത്? കോൺഗ്രസിനെ. ആരും പ്രതിരോധത്തിലല്ല എന്നുള്ളതാണ്. ഈ പൂവങ്കോഴി മുട്ടയിടുമ്പോൾ ആദ്യം അതൊരു ന്യൂസാണ്, അത്ഭുതമാണ്. രണ്ടാമത് മുട്ടയിടുമ്പോൾ അതൊരു ന്യൂസാണ്. മൂന്നാമത്തെ മുട്ട സായാഹ്ന പത്രങ്ങളുടെ ന്യൂസാണ്. നാലാമത്തെ മുട്ട വല്ലപ്പോഴും വല്ല യൂട്യൂബ് ചാനലിനും കണ്ടന്റ് ഇല്ലാതെ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമാണ്. കുറച്ച് കാലയിലേ തുടങ്ങിയിട്ട് ഇനി പൂവങ്കോഴി മുട്ടിട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ചാനലുകാർക്കൊക്കെ ഓരോ സർക്കാർ എന്തെങ്കിലുമൊക്കെ വിഷയം വേണമെന്നുള്ളതുകൊണ്ട് അവർ ഡിസ്കസ് ചെയ്യുന്നതല്ല. ഇതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകും. ഇനി രണ്ട് BJP ഇതിൻ്റെ ഗുണം കിട്ടുന്നത് ഇത്രയും കാര്യം BJP നമ്മളയാളെ നിങ്ങളൊക്കെ വിശ്വപൗരം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ താഴെ വന്നിട്ട് വിശ്വകോയി എന്ന് കമൻറ്റ് ചെയ്യുന്നവരാണ് BJP-ക്കാർ. അവർ ഇപ്പം നാളെ ഇയാൾ ശശി തരൂർ ഇപ്പോൾ ഇവരെപ്പറ്റി നല്ലത് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വലിയ സംഭവം പറഞ്ഞ് നടന്നാൽ നാട്ടുകാരത് വലിയ മുഖവിലേക്ക് എടുക്കും. രണ്ട്, ശശി തരൂരും ഇവരും തമ്മിലൊക്കെ ഒരു ബന്ധമുണ്ടല്ലോ. അല്ലെങ്കിൽ മറ്റേ കേസ് അയാൾ പെട്ടുകൊണ്ടതല്ലേ, ഭാര്യയുടെ കേസ് സുനന്ദ പുഷ്കർ. അപ്പം അയാൾ പ്രതി അല്ലെങ്കിൽ പോലും അയാൾ BJP-ക്ക് ഒരു തട്ടാണെങ്കിൽ അയാൾ പെട്ടുകൊണ്ടതായിരുന്നു. പെട്ടില്ലല്ലോ. സോണിയാഗാന്ധിക്ക് രാഹുൽ ഗാന്ധിക്കും മറ്റേ നാഷണൽ ഹെറാൾഡ് കേസിലുണ്ടായ തലവേദന പോലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇത് ഈ ന്യൂസ് ചാനലുകൾക്ക് ഈ യൂട്യൂബ് ചാനലുകൾ കണ്ടന്റ് കിട്ടിയെന്നല്ലേ ഉപരിയായിട്ട് കോൺഗ്രസിനൊരു ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും കൂടുതൽ അടിയോ BJP-ക്ക് എന്തോ നേട്ടമൊന്നുമല്ല. പിന്നെ ശശി തരൂർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് അയാൾ നമ്മളെ ഓർമ്മപ്പെടുന്നു. ഐ ആം ഹിയർ, പ്ലീസ് എന്നെ ഒന്ന് ശ്രദ്ധിക്കും. അല്ല, ഈ കോൺഗ്രസ്സുകാർക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഈ കോൺഗ്രസ് ഒരുപക്ഷെ തരൂരിനെ പുറത്താക്കുമോ അതോ തരൂർ പുറത്തു പോകുമോ? പുറത്തായ രക്തസാക്ഷിയാവും. രക്തസാക്ഷിക്ക് എപ്പോഴും ഒരു വില ഉണ്ടാവുമല്ലോ. അത് ഈ സതീശൻ കഞ്ഞിക്കുഴിനെ പോലെയാണ് ചില ആളുകൾ. സതീശൻ കുഞ്ഞിക്കൈ ഞങ്ങളെ ക്യാമ്പസ് പഠിക്കുന്ന സമയത്ത് ഈ ചാനൽ ചർച്ച പോലും ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് കോൺഗ്രസ്സുകാരാണ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്നതിൻ്റെ അതിൽ എന്തെങ്കിലും വന്ന് തോണ്ടിയിട്ട് മേടിച്ച് കൂട്ടിയിട്ട് ഈ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ അയച്ചിട്ട് ഷർട്ടൊക്കെ എവിടെ എവിടെയും കുറച്ച് പിന്നെ ചുവന്ന മഷിയൊക്കെ ഒലിപ്പിച്ചുകൊണ്ട് ഒഴിച്ചിട്ട് വരും. എന്നിട്ട് ഞങ്ങളെ തലീന്ന് ഒന്ന് സഹതാപം വിളിച്ചു വരുന്നത്. പിന്നെ നമ്മൾ പുതിയ സതീശൻ കഞ്ഞിക്കുഴി എന്നാണ് വിളിക്കുന്നത്. ഈ ക്യാരക്ടറാണ്. അപ്പോൾ രക്തസാക്ഷി അയാളെങ്കിൽ അകല ക്യാരക്ടറായി മാറും. അപ്പോൾ അത് വേണ്ട. ഇയാൾ തന്നെ അസഹ്യമാകുമ്പോൾ ഇയാൾ പോയിക്കോളും. അസഹ്യമായെന്നുള്ള തെളിവ്. ഇയാളെ എൻ്റെ പ്രശ്നം നിങ്ങളീ പറയുന്ന പോലെ അല്ല. ഇപ്പം ഞാൻ മോഡിയെ പറ്റി നല്ലത് പറയാം. ഞാൻ മോഡിയാകുമ്പോൾ വിമർശിച്ചിട്ടുണ്ട്, നല്ലത് പറയാം. നല്ലത് പറയുന്നതിനൊരു ഫാക്ച്വൽ അതിൻ്റെ അനാലിസിസ് വെച്ച് ഞാൻ പറയുന്നുള്ളൂ. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ല. ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെങ്കിൽ ഞാനിങ്ങനെ പറയുകയില്ല. കാരണം ഞാനൊരു രാഷ്ട്രീയ പാർട്ടി നേതാവുമ്പോൾ എൻ്റെ രാഷ്ട്രീയ പാർട്ടി ആ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ശക്തമായ മത്സരത്തിൽ ഏർപ്പെടുന്ന സാഹചര്യത്തിൽ എതിരാളിയുടെ കയ്യിൽ ആയുധം കൊടുക്കുന്നത് വിഭീഷണൻ്റെ പരിപാടിയാണ്. വിഭീഷണൻ രാമായണത്തിൽ നല്ല ക്യാരക്ടറൊക്കെ ആയിരിക്കും, അങ്ങനെ രാമൻ്റെ കൂടെ ഒന്നുണ്ട്. പക്ഷേ സ്വന്തം കുലത്തെ ചതിച്ച ആളാണ്. യുയുത്സു മഹാഭാരതത്തിൻ്റെ ക്യാരക്ടറാണ്. മഹാഭാരതം വായിക്കുമ്പം നമുക്ക് യുയുത്സുവിനെ പറ്റി നന്നായിട്ടൊക്കെ തോന്നും. ധൃതരാഷ്ട്രയുടെ ദാസിയിലുണ്ടായ മകനാണ്. സ്വന്തം സഹോദരന്മാരെ ചതിച്ച ആളാണ്. യുധിഷ്ഠിരൻ ചതിച്ചിട്ടുണ്ടോ? യുധിഷ്ഠിരൻ ചതിച്ചിട്ടുണ്ടോ? യുധിഷ്ഠിരൻ ചതിച്ചിട്ടുണ്ടല്ലോ. സഹോദരന്മാരെ ചതിച്ചിട്ടില്ലല്ലോ. ഏകദേശം ദുശാസനൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് യുയുത്സുവും അതുപോലെ തന്നെ വിഭീഷണനെല്ലാം ആഘോഷിക്കപ്പെടുന്നത്? മഹാഭാരതത്തിൽ ജയിച്ചത് പാണ്ഡവരാണ്, യുയുത്സു അവരുടെ സൈഡായിരുന്നു. രാമായണത്തിൽ ജയിച്ചത് രാമനാണ്, വിഭീഷണൻ അവരുടെ സൈഡായിരുന്നു. അത്രേ ചരിത്രത്തിലെപ്പോഴും ഒറ്റുകാർക്ക് വലിയ സ്ഥാനമാണ്. പക്ഷെ ശരീരത്തിൻ്റെ ഒറ്റുകാരനാണുള്ള യോഗ്യത പോലെ കോൺഗ്രസ് ഒരിക്കലും അയാളെ കോൺഫിഡൻസിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം തരൂരിൻ്റെ നിലപാട് ശരിയല്ല എന്നാണ് പറയുന്നത്. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമെന്ന ഈ നിലപാട് ശരിയല്ല. അയാൾ ഒരു എന്താ ഐക്യരാഷ്ട്ര സഭയിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ, ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ പ്രസിഡൻറ്റ് എന്നൊക്കെ രീതിയിൽ അയാൾ പറഞ്ഞത് ശരിയാണ്. മോഡി മുമ്പില്ലാത്ത രീതിയിൽ ഇന്ന് പണ്ടത്തെ പോലുള്ള ശക്തിയോ ബലാബലം ഇല്ല എന്നുള്ള വേറൊരു കാര്യം. നെഹ്റു അനുഭവിച്ച പോലെയുള്ള വലിയ രണ്ട് ശക്തികൾ തമ്മിലുള്ള ബലാബലമൊന്നും മോഡി അനുഭവിക്കുന്നില്ല. അല്ലെങ്കിൽ റഷ്യ ആ രീതിയിലുള്ള ശക്തിയൊന്നുമല്ല. എങ്കിൽ പോലും ഇവർക്ക് ഒരിക്കലും യോജിക്കാത്ത രണ്ട് കൂട്ടർക്ക് സ്വീകാര്യനായ ഒരാൾ, അതുപോലെ ഇസ്രായേലും പലസ്തീനും സ്വീകാര്യനായ ഒരാൾ എന്ന രീതിയിലൊക്കെ ഒരു ഇമ്പോർട്ടൻസ് മോഡിക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷേ അത് പറയേണ്ടത് അമേരിക്ക പോലുള്ള പൊളിറ്റിക്സിനാണെങ്കിൽ പറയാം, അവിടെ ജനങ്ങൾ മച്ചിട. ഇവിടെ നല്ല അടുത്ത ഇലക്ഷനിൽ കോൺഗ്രസിനെതിരെ
ഇതും ഇവർ ഉപയോഗിക്കും. BJP ഇതൊക്കെ ആയിരിക്കും ഉപയോഗിക്കും, അല്ലെങ്കിൽ CPM കേരളത്തിൽ ഇതൊക്കെ ആയിരിക്കും ഉപയോഗിക്കും. കണ്ടോ, ഇപ്പം ഒന്നിങ്ങനെ ഉപയോഗിക്കും. കണ്ടോ, അയാൾ BJPക്കാരനാണ്, കോൺഗ്രസിൻ്റെ മഹാഭൂരിപക്ഷം ഇങ്ങനെ ഉള്ളിൽ BJPക്കാരാണ്. അതായത് അയാൾ ശശി തരൂരിനെ MP ആക്കിയതും മന്ത്രിയാക്കിയതും എല്ലാം തന്നെ കോൺഗ്രസ്സാണ്. കോൺഗ്രസ് ഇല്ല, തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് മത്സരിച്ച് 5000 വോട്ടിട്ടില്ല. അപ്പം നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങളെ ഇന്നലെ നിങ്ങളെ വഴി നടത്തിയുള്ള അവരാരായാലും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വേണം. ചുരുങ്ങിയത് നിങ്ങൾക്ക് അവരോട് തെറ്റിപ്പോകാം, കമ്മിറ്റ്മെൻറ്റ് ഉണ്ട്. 2, നിങ്ങൾ അവരോട് വിയോജിക്കുക, ജയിക്ക് നിൽക്കുക. ഞാൻ അവരോട് വിയോജിച്ചിട്ടുണ്ട് ഒരു കാലഘട്ടത്തിൽ. ഇപ്പം ഞാൻ ചെയ്യാറില്ല, കാരണം എനിക്ക് കമ്മിറ്റ്മെൻറ്റ് വില കുറച്ചുകൂടി നന്നായിട്ട് അറിയാം. നമ്മൾ അവരോടെല്ലാം തന്നെ അവർ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാനേ ഉണ്ടായിരുന്നുള്ളൂ പലപ്പോഴും സപ്പോർട്ട് ചെയ്യാൻ. പക്ഷേ അവർ അജയ്യരായി മാറിയപ്പോൾ ഞാൻ അവരുടെ അടുത്തേക്ക് പോയിട്ടുമില്ല. ഞാൻ അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് അവർക്ക് ചില ആളുകൾക്ക് എന്നോട് വിഷമമുണ്ടായി. പക്ഷേ അതിലുള്ള സംഭവം എന്ന് വെച്ചാൽ എന്താണ്, അവർ വിജയിച്ച് നിൽക്കുമ്പോഴാണ് അവർക്ക് ഇനി നമ്മളെ ആവശ്യമില്ല. പണ്ടും ആവശ്യമുണ്ടായിരുന്നില്ല, നമ്മൾ സഹായിക്കും, അത് വേറൊരു കാര്യം. പക്ഷേ അവർക്കതൊന്നും പ്രശ്നമില്ല. അവർ അജയ്യരാണ്. തോറ്റ് നിൽക്കുമ്പോൾ പിന്നൊന്ന് കുത്തരുത്. എന്താണ് ഇപ്പോൾ ശശി തരൂർ ചെയ്യുന്നത്? അതിൻ്റെ സാധ്യതയുടെ അങ്ങേയറ്റം എന്ന് പറയാം. അപ്പോൾ ഈ തരൂരിന് പിന്നിൽ ഒരു ബാഹ്യശക്തി ഉണ്ടോ, അതോ കോൺഗ്രസിനകത്ത് ഉള്ള ഏതെങ്കിലും ഒരു ശക്തി തരൂരിനെ പിന്താങ്ങുന്നുണ്ടോ ഇക്കാര്യത്തിനകത്ത്? അത് നമുക്ക് അറിയാൻ പറ്റില്ല. ശശി തരൂർ നിഗൂഢതയാണ്. ഈ ഇല്ലുമിനാറ്റി എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ ശശി തരൂർ നിഗൂഢതയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. കാരണം ഈ അമേരിക്കയിൽ ഇവിടെ പോയി ഡിപ്ലോമാറ്റ്സായി പോയ പല ആളുകളും നിഗൂഢതയാണ്. അവിടെ ഒരു സിസ്റ്റം ഉണ്ട് അമേരിക്കയിൽ. ലോകം ഭരിക്കുന്ന അമേരിക്കയാണ്. അവിടെ ഇവിടെ ആരെ എവിടെ എങ്ങനെ പിടിക്കണമെന്ന് അവർക്കറിയാം. അവരോരോ മിഷൻ കൊടുത്ത് പലരെ അയക്കാറുണ്ട്. ശശി തരൂർ ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം നിഗൂഢതയാണ്. മറ്റുള്ളവരൊന്നും എനിക്കറിയാം. മോഡിക്ക് അറിയാണ്ടാവും. ബിക്കോസ് ഇൻ്റലിജൻസ് ഒക്കെ മോഡീൻ്റെ കയ്യിലുണ്ട്, പിന്നെ RSS ഉണ്ട്, അറിയുമായിരിക്കും. ഈ തരൂരിനെ പുറത്താക്കാനുള്ള ഒരു തൻ്റെ ഇടം കോൺഗ്രസ് കാണിക്കുമോ അങ്ങനെ വരുമ്പോൾ? സാധ്യമല്ല. ഞാൻ പറയാൻ കാരണം, സ്വയം പുറത്തു പോയി കഴിഞ്ഞാൽ അതൊരു ആത്മഹത്യയാണ്. അല്ലെങ്കിൽ അയാൾ ബലിദാനിയാണ്. അയാളെ ബലിദാനിയാക്കി ഇനിയും വലുതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അയാളെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ലെറ്റ് അയാൾ സ്വയം എക്സ്പോസ്ഡ് ആവുകയും. ഞാൻ പറഞ്ഞത് കമ്മിറ്റ്മെൻ്റ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങളെ വഴി നടത്തിയവരെ, ഇപ്പം ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ വഴി നടത്തിയവോ അല്ല എന്നെ സഹായിച്ച പലരും, അവരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഞാൻ ചട്ടയ്ക്ക് കൂടെ വന്നിട്ടുണ്ട്. പക്ഷേ അവർ പവർഫുള്ളായപ്പം അവർ നയങ്ങളിൽ നയങ്ങളെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ വ്യക്തിപരമായിട്ടല്ല നയങ്ങളെ വിമർശിച്ചു. ഞാൻ നയങ്ങളെ വിമർശിച്ച പോലും അവർക്ക് വിഷമായി. അത് മറ്റൊരാൾ ഞാനായതുകൊണ്ടാണ്. വേറൊരാൾ വിമർശിച്ച അവർക്ക്, അഡ്വക്കേറ്റ് ജയശങ്കർ വിമർശിച്ച അവർക്ക് പ്രശ്നമില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ അവർക്ക് തമ്മിൽ വ്യത്യാസം, ഒരു ബന്ധമില്ല. പക്ഷേ എന്നെ അവർ കാണുന്നത് അങ്ങനെയല്ല, എന്നെ ഇമോഷണലായിട്ടാണ് അവർ കാണുന്നത്. അപ്പോൾ എനിക്കത് മനസ്സിലായി. പിന്നെ പലരും പറഞ്ഞു, ഞാൻ വിചാരിച്ചു അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക ചെയ്യുക. കാരണം നമ്മൾ ശക്തനായി നിൽക്കുമ്പോൾ വിമർശിച്ചത് അത് നയത്തിനെയാണ്. പക്ഷേ എനിക്ക് ഞങ്ങളിടയിലുള്ള ആളുകൾ എന്നോട് പറഞ്ഞാൽ അവർക്കത് വിഷമമായി. അതിനുശേഷം ഞാനിപ്പോൾ ചെയ്യാറുള്ളൂ. അങ്ങനെ നിങ്ങളുടെ ഡിസ്കഷൻ നിങ്ങൾ പറഞ്ഞാലോ അല്ലെങ്കിൽ ചാനൽ വിളിച്ച് ഞാൻ പോവില്ല. എന്നെ വഴി നടത്തിയവരെ വിമർശിക്കേണ്ട ഒരു ഘട്ടമൊന്നും ഞാൻ ചെയ്യില്ല. മുമ്പ് ഞാൻ കുറച്ചുകൂടി രക്തത്തിലുള്ള സമയത്താണ് ഞാൻ ആദർശപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പുകൾ പറയാം, വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പുകൾ പറയരുത്. അത് വ്യക്തിബന്ധം നിലനിർത്തിക്കൊണ്ട് അങ്ങനെ എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ പഠിപ്പിച്ചു. ഞാനും ബാപ്പയൊക്കെ തമ്മിൽ ഭയങ്കര സംവാദങ്ങളും വിമർശനങ്ങളും. ഞാൻ ബാപ്പനെ നിശ്ചിതമായി വിമർശിച്ചിരുന്ന ബാപ്പനെ. പക്ഷേ ആ ബന്ധം അങ്ങനെ തന്നെയാണ്. അതുപോലെ ഞാൻ കണ്ടിരുന്നു. പക്ഷേ ബാപ്പനെ പോലെ അല്ല മറ്റുള്ളവർ. മറ്റേ ബന്ധങ്ങൾ ബാപ്പയായിട്ടുള്ളത് നാച്ചുറലായിട്ടുള്ള ബന്ധം, മറ്റേ ഉണ്ടായി വരുന്നൊരു ബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് അതൊരു മിനിമം നിങ്ങൾ ജീവിതത്തിൽ പാലിക്കേണ്ട എത്തിക്സ്. എന്നെക്കാട്ടൊക്കെ പറയാനുള്ള ആളല്ലേ ശശി തരൂർ. പിന്നെ ഇനിയും ഈ 50 ആയുസിലൊരു 30 വർഷം കിടക്കുന്നുണ്ടാവും ശശി തരൂർ. അതിനിടയിൽ ഇനിയും പലതും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതിന് ജയിച്ചിരിക്കാൻ വേണ്ടി അന്ന് കോൺഗ്രസ് വിട്ടു പോകേണ്ടി വരും. എന്നിട്ട് നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത ആളുകളുണ്ട്. അൽഫോൻസ് കണ്ണന്താനം CPM-ന് MLA ആയിരിക്കുന്ന സമയത്താണ്, CPM സഹായത്തിന് MLA ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം അത് വേണ്ട, ഇനി അടുത്ത ടൈം വേണ്ടെന്ന് വെച്ച് മോഡിയുടെ സപ്പോർട്ട് ചെയ്യുന്നത്. ഗുജറാത്തിലേക്ക് പോകുന്നു, BJP സപ്പോർട്ട് ചെയ്യും. അത് ആണത്തമാണ്, അല്ലെങ്കിൽ പെണ്ണത്തമാണ്, ധീരതയാണ്. അപ്പോൾ തരൂരിനെ BJP കാത്തിരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവർക്ക് എന്തിനാ തരൂരൊന്നും ഇല്ലാതെ തന്നെ അവർ തിരി എത്തി. തരൂരിനെ കൊണ്ട് അയാളുണ്ടാക്കുന്ന ഗുണ്ടാവണ്ടികൾക്ക് പോലും അവിടെ അതിൻ്റെ വരും. എന്തെങ്കിലും ചിലപ്പോൾ UN സെക്രട്ടറി ജനറലൊക്കെ ആക്കിയെന്ന് വരും. അതിന് പറ്റിയ ആളാണ്. ഇപ്പോൾ UN സെക്രട്ടറിന് വലിയ വിലയില്ല. ട്രംപൊന്നും ഒരു വിലയും കൊടുക്കുന്നില്ല. പണ്ടൊക്കെ കുറച്ച് വില ഉണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ അല്ലേ ചിലപ്പോൾ ആക്കിയെന്ന്. കാരണം ഇയാളാകുമ്പോൾ ചിലപ്പോൾ മറ്റാരെങ്കിലും സപ്പോർട്ടും ചെയ്യും. പക്ഷേ തരൂര് പിന്നെ ഒരു കാര്യം തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്, തിരുവനന്തപുരത്ത് ഇനി മത്സരിക്കുന്നില്ല. മത്സരിച്ച് കഴിഞ്ഞാൽ ദയനീയമായിരിക്കും സ്ഥിതി. മുമ്പെന്ന് വെച്ചാൽ സാധാ കോൺഗ്രസ്സുകാർക്ക് ഇയാൾ ജയിക്കണമെന്നുണ്ട്. നേതാക്കന്മാരല്ല ഇയാൾ തോൽപ്പിക്കാണത്.
ഇയാൾ ഓരോ കുത്തിപ്പം കുത്തുന്ന സാധാരണ കോൺഗ്രസ്സുകാരൻ്റെ നെഞ്ഞത്താണ് കുത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.